പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കേരളപ്പിറവി ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്നേക്ക് 64 വർഷം തികയാണ്. 1956 നവംബർ 1 തീയതിയാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായത്. ആരോഗ്യരംഗത്തും സാമൂഹ്യ രംഗത്തും കേരളം ഒരുപാട് മുന്നിലാണ്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖലയിലും കേരളം ഇപ്പോൾ 1ാം സ്ഥാനം എത്തിച്ചേർന്നിരിക്കുകയാണ്. മലയാള ഭാഷ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മലയാള ഭാഷാ മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നവംബർ 1 തീയതി മലയാള ഭാഷ ദിനമായി ആചരിച്ചു വരുന്നു. ലോകത്താകമാനമുള്ള മലയാളികളെ ഒന്നിപ്പിക്കുന്നതിനും ഭാഷാസ്നേഹവും രാജ്യസ്നേഹവും ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ മലയാള ഭാഷാ ദിനം ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആളൂർ RM ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ മലയാള ക്ലബിൻ്റെ നേതൃത്വത്തിൽ മലയാള ഭാഷാ ദിനവും നമ്മൾ ആചരിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷകനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ R സുരേഷാണ്. കഴിമ്പ്രം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ മലയാളം വിഭാഗം അധ്യാപകനായ അദ്ദേഹം +1, +2 പാഠപുസ്തകങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. വാഗ്മിയും അതുപോലെ തന്നെ നല്ലൊരു ഭാഷാ നിപുണനുമാണ് ഡോക്ടർ R സുരേഷ്. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് ഏത് സംശയവും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കാവുന്നതും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അദ്ദേഹം നൽകാൻ തയ്യാറുമാണ്. ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള അദ്ദേഹം നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നു. അദ്ദേഹത്തെ ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ പറയുന്നതിന് വേണ്ടി പ്രമുഖ കവിയും മലയാള ചലച്ചിത്ര ഗാന രചയിതാവുമായ D സന്തോഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാധ്യമം, ഭാഷാഭൂഷണി, മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെയും ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിന് പ്രാർത്ഥനാഗാനം ചൊല്ലിയത് സ്വാതി സുധീറാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അവൾ. പഠിക്കുന്ന കാലത്ത് സംസ്ഥാന യുവജനോത്സവ മത്സരത്തിൽ ശാസ്ത്രീയ സംഗീതത്തിലും അതുപോലെ തന്നെ ലളിതഗാനത്തിലും പങ്കെടുത്ത് സമ്മാനിതയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട JCI ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവാർഡും സ്വാതിക്ക് നൽകിയിട്ടുണ്ടായി. ഭാവിയിൽ നല്ലൊരു ഗായികയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം നല്ലൊരു വിജയമാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച കവിത ടീച്ചർ, നന്ദി പറയുന്ന ഫ്രാൻസിൻ മാസ്റ്റർ, അതുപോലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും വിദ്യാർത്ഥികളെയും ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പാൾ ലൈസൻ മാഷ്, കവിമൊഴി പകരുന്ന കവിയും സിനിമാഗാന രചയിതാവുമായ ശ്രീ D സന്തോഷ്, ആശംസകൾ നേരുന്ന കവിത ടീച്ചർ, സ്വാഗതം ആശംസിച്ച പൂർവ്വ വിദ്യാർത്ഥി സ്വാതി സുധീർ, പ്രിയ സുഹൃത്ത് ഫ്രാൻസിൻ മാഷ്, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, വാത്സല്യമുള്ള വിദ്യാർത്ഥികളെ, ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭാഷാഭിമാന ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തിനാണ് നാം ഒരു ഭാഷയിൽ അഭിമാനം കൊള്ളേണ്ടത് എന്ന ചിന്ത ഇവിടെ പ്രസക്തമായി വരുന്നു. നാം പിറന്നു വീണ ഭാഷയായ മലയാളത്തിലാണ് നാം അഭിമാനം കൊള്ളുന്നത് എന്ന വസ്തുതയും ശ്രദ്ധേയമാണ്. ഭാഷ നമുക്കെന്താണ്? പൊതുവെ ഉള്ളൊരു ധാരണ ആശയങ്ങൾ കൈമാറാനുള്ള ഉപാധിയാണ് ഭാഷ എന്നതാണ്. അതിനുമപ്പുറം നമ്മുടെ മാതൃഭാഷയ്ക്ക് മറ്റെന്തെങ്കിലും ധർമ്മങ്ങളുണ്ടോ? ഈ ഒരു ചോദ്യം അതീവ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഭാഷ വേണ്ടിവരുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഭാഷയ്ക്ക് യാതൊരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. മറ്റൊരാൾ അപ്പുറത്തു വരികയും അയാളോട് നമുക്ക് സംവദിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് ഭാഷ പ്രസക്തമാവുന്നത്. കുടമുല്ലപ്പൂവ് മണത്തിട്ട് ആ മണത്തിന്റെ ഭംഗി മറ്റൊരാളോട് പറയാനാണ് കുടമുല്ലപ്പൂവ്
മണം, ഭംഗി തുടങ്ങിയ വാക്കുകളുള്ള ഒരു ഭാഷ വേണ്ടിവരിക. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കുളിക്കാൻ പനിനീർ ചോല എന്ന് എഴുതേണ്ടി വരുന്നതും ഒരു പറ്റം മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നതിനാലാണ്. അതായത് ഒറ്റയായ മനുഷ്യന് ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് താൻ എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അയാളുടെ ഭാഷ തന്നെയാവുന്നു. അയാൾ പിറന്നു വീഴുന്ന ഭാഷയിലാണ് അയാൾ ജീവിക്കുന്നത് എന്നർത്ഥം. മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റാളുകൾ കൂടി ഈ ഭൂമിയിൽ തനിക്കൊപ്പമുണ്ടെന്നും അവരെ കൂടി പരിഗണിക്കേണ്ട ആവശ്യം ജീവിതകാലയളവിൽ തനിക്കുണ്ടെന്നും അവരുടെ ദുഃഖവും ദുരിതവും ആനന്ദവുമെല്ലാം തൻ്റേതുകൂടിയാണെന്നും ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമായി ഭാഷ മാറുന്നു. സമൂഹത്തിനോട് ഇണങ്ങിയും സമൂഹത്തോട് കരുണയോടെയും കരുതലോടെയും ജീവിക്കണം എന്ന നീതിബോധം നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയാണ്. മാതൃഭാഷയിൽ നിന്നും അകന്നാൽ നമുക്ക് നഷ്ടപ്പെടുക മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാം വിധത്തിൽ ജീവിക്കാനുള്ള, അപരരെ സ്നേഹിക്കാനുള്ള വിശാലമായ നമ്മുടെ മനസ്സ് തന്നെയാണ്. ഭാഷയുമായി ബന്ധപ്പെട്ട് നാം അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് കൂടി ഇത്തരുണത്തിൽ സൂചിപ്പിക്കാം എന്ന് തോന്നുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടില്, 20-ാം നൂറ്റാണ്ടില് സംഭവിച്ച ചില കാര്യങ്ങളാണത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ ഇന്ത്യയിൽ സംഘടിപ്പിച്ചതിന് പിറകിൽ നമ്മുടെ പ്രാദേശിക ഭാഷകൾക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു. മലയാളത്തിനും തമിഴിനും ബംഗാളിക്കും മറാഠിക്കും ഹിന്ദിക്കുമെല്ലാം. ഓരോ ദേശത്തും അതാതിടങ്ങളിലെ ഭാഷകളിലായിരുന്നു സ്വാതന്ത്ര്യ സമരം ഉയർന്നു വന്നത്. ഹിന്ദി ഭൂമിയിൽ സാരേ ജഹാം സേ അച്ഛ പാടുമ്പോൾ മലയാളികൾ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടി. സ്വാതന്ത്ര്യം നേടുന്നവരെ ഇതുവരെയേ ഇതുണ്ടായിരുന്നുള്ളൂ എന്ന ദൗർഭാഗ്യം കൂടി നാം മനസ്സിലാക്കണം. അതിനുശേഷം കേരള സംസ്ഥാന രൂപീകരണത്തെ തുടർന്നു വന്ന ഭരണകൂടങ്ങൾ, ഗവൺമെന്റുകൾ ഭരണഭാഷയായി തിരഞ്ഞെടുത്തത് നമ്മുടെ മാതൃമലയാളത്തെ ആയിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. നേരെ മറിച്ച് ഇംഗ്ലീഷുകാർ പോയെങ്കിലും അവരോടുള്ള വിധേയത്വം അവസാനിച്ചില്ല. ഇംഗ്ലീഷ് ഭരണഭാഷയായി തുടർന്നു. ഇതൊരു വലിയ അപകടമായി മാറി എന്ന് നാം ഇപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതാണ്. ഇതോടൊപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിൽ മറ്റൊരു കാര്യം കൂടി നടന്നു. വർത്തമാന പത്രങ്ങളും മറ്റ് അച്ചടി മാധ്യമങ്ങളുമെല്ലാം 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ പെരുകിയപ്പോൾ സമൂഹത്തിൽ നിന്നും കീഴാളരായ സാധാരണ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും അപ്രത്യക്ഷമാവാൻ തുടങ്ങി. മുഴുവൻ മലയാളികൾക്കും സാധ്യമാവുന്ന ഒരു ഭാഷ അച്ചടി മലയാളത്തിലൂടെ രൂപപ്പെട്ടു വരികയായിരുന്നു. പലപ്പോഴും അത് സംസ്കൃത ബന്ധമുള്ള ഒരു സവർണ ഭാഷയായിരുന്നു എന്ന് കാണാം. മീൻപിടുത്തം എന്ന വാക്ക് പതുക്കനെ നാം പറയാതെയായി. മത്സ്യബന്ധനം എന്ന് പറഞ്ഞും എഴുതിയും തുടങ്ങി. പൽപ്പടി എന്ന വാക്കിന് പകരം ദന്തധാവന ചൂർണം കടന്നു വന്നു. നമ്പൂതിരീസ് ദന്തധാവന ചൂർണം. രസതന്ത്രം പാഠപുസ്തകത്തില് ബോയിലിംഗ് പോയിന്റ് എന്നതിന് കഥനാംഗം എന്ന മലയാളം വാക്ക് പ്രത്യക്ഷപ്പെട്ടു. ശ്രദ്ധിക്കുക, തനിമയുള്ള മലയാളത്തിൽ നിന്നും നാം അന്യമാവുകയായിരുന്നു. ഒരിടത്ത് ഭരണഭാഷ ഇംഗ്ലീഷായി മാറി, മറ്റൊരിടത്ത് പലതരം
മനുഷ്യ ജീവിതങ്ങളിൽ നിന്നും ഊറിക്കൂടി വന്ന രൂപപ്പെട്ടു വന്ന മലയാളത്തിന്റെ വിസ്തൃതി ഇല്ലാതാവുകയും തനിമയുള്ള മലയാളം പിറകോട്ട് നീങ്ങി നിൽക്കുകയും ഒരുതരം സവർണ മലയാള ഭാഷ, സംസ്കൃതബന്ധിതമായ സവർണ മലയാള ഭാഷ സമൂഹത്തിൽ വേരോടുകയും ചെയ്തു എന്നർത്ഥം. ഇതോടൊപ്പമാണ് കഴിഞ്ഞ ഏകദേശം 40 വർഷക്കാലമായിട്ട് വളർന്നു തിടം വച്ച സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിന്റെ വരവും. ക്വഥനാങ്കത്തേക്കാൾ നല്ലത് ബോയിലിംഗ് പോയിന്റ് അല്ലേ എന്ന് വിചാരിക്കാൻ മലയാളികൾക്ക് വളരെ എളുപ്പമായിരുന്നു. സ്വന്തം ഭാഷ മാധ്യമമാക്കി പഠിച്ചാലാണ് പഠനം സ്വാഭാവികവും സർഗാത്മകവുമാവൂ എന്ന അടിസ്ഥാന ബോധ്യം പോലും നാം മറന്നുപോയി. ലോകത്ത് വളർന്നു വന്ന ശാസ്ത്രവും തത്വചിന്തയും സാമൂഹ്യ ശാസ്ത്രവും അടക്കമുള്ള വിജ്ഞാന ശാഖകള് തന്നി മലയാളത്തിൽ പരിചയപ്പെടാനുള്ള അവസരം കൂടി ഈ സന്ദർഭത്തിൽ ഇല്ലാതായി. അത്തരം പുസ്തകങ്ങൾ ഇല്ലാതായി. ഐൻസ്റ്റീനെയോ ന്യൂട്ടനെയോ കെയ്ൻസിനെയോ ഇങ്ങനെ ലോകത്തുണ്ടായ വലിയ ശാസ്ത്രജ്ഞന്മാരെയും സമ്പദ് ശാസ്ത്രകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ തനി മലയാളത്തിൽ ഇല്ലാതായി. അതിനൊക്കെ ആവശ്യമായ അല്ലെങ്കിൽ ഫിസിക്സോ എക്കണോമിക്സോ ഒക്കെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു മലയാളത്തിലൊരു പദകോശം, സുന്ദര മലയാള പദങ്ങളുടെ ഒരു സമാഹാരം തന്നെ ഇല്ലാതായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തൊരു ദുരവസ്ഥയാണ് എന്നുകൂടി ഓർക്കണം ഇത്തരമൊരവസ്ഥ. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ, ഇത് 20-ാം നൂറ്റാണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്, ഈ 21-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് പുതിയ ചില പ്രതീക്ഷകളും വിസ്മയങ്ങളും എല്ലാം ഉണ്ടാവുന്നുണ്ട്. പ്രതിസന്ധികൾ അവസാനിച്ചിട്ടില്ല, പക്ഷേ പുതിയ പ്രതീക്ഷകളും ചില വിസ്മയങ്ങളും എല്ലാം വരുന്നു. ഒന്നാമത്, നമ്മുടെ ഭരണഭാഷ മലയാളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പൂർണാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇതുവരെ പ്രായോഗികമായി സംഭവിക്കുന്നില്ലെങ്കിലും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഭരണഭാഷ മലയാളമായി മാറിക്കഴിഞ്ഞു എന്നത്. ഒപ്പം പുതിയ വിജ്ഞാന ശാഖകളെയെല്ലാം സ്വീകരിക്കാനും സംശീകരിക്കാനും പറ്റുന്ന വിധത്തിൽ, ശാസ്ത്രത്തെയായാലും സാമൂഹിക ശാസ്ത്രത്തെയായാലും തത്വചിന്തയെയായാലും ഒക്കെ മലയാളത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ മലയാളം സർവകലാശാല രൂപമെടുത്തു കഴിഞ്ഞു. അവിടെ അത്തരം രീതിയിലേക്കൊക്കെ ഇത് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷെ ഒരു മലയാളം സർവകലാശാല നമുക്കുണ്ട്. സർവോപരി മലയാളം ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം പഠനം സ്വന്തം ഭാഷാമാധ്യമത്തിൽ വേണം, എങ്കിലേ അത് ക്രിയാത്മകമാകൂ എന്നൊരു ചിന്ത, ആ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പഠന രീതിയെക്കുറിച്ചുള്ള ചർച്ച 21-ാം നൂറ്റാണ്ടിലാണ് സംഭവിച്ചത്. മൺമറഞ്ഞുപോയ തനി മലയാളത്തെ കുറിച്ചുള്ള ആശങ്കകളും അതിനെ വീണ്ടെടുക്കാനുള്ള ചില സാഹിത്യ രചനകളുമെല്ലാം ഈ 21-ാം നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ലോക വിജ്ഞാനത്തെ പരിചയപ്പെടുത്തുന്ന പുതിയ ചില കൃതികൾ അത്തരം കൃതികളുമായിട്ട് എത്തി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും DC ബുക്സുമൊക്കെ നമ്മെ ആഹ്ലാദിപ്പിക്കുന്നതും ഈ 21-ാം നൂറ്റാണ്ടിൽ കാണാം. അപ്പോഴും ഒക്കെ നമ്മുടെ മനോഭാവത്തിൽ സംഭവിക്കേണ്ട അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ഇനിയും പൂർണ്ണമായും സംഭവിച്ചിട്ടില്ലെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില അധികാര ശ്രേണികളോടുള്ള അടിമത്തം ഇപ്പോഴും ഭാഷാപരമായ അടിമത്തമായി നമ്മിൽ കുടികൊള്ളുന്നു. നാം ഒരു യാത്ര ചെയ്യുന്നതിനിടയിലെ ഹോട്ടൽ ആര്യാസ് എന്ന് കാണുമ്പോഴാണ് നമ്മളിൽ പലരും ഇപ്പോഴും കാർ നിർത്തി ഇറങ്ങുക. ഹോട്ടലിനുള്ളിലെ ആഹാരം എന്നതിനുമപ്പുറം ആ ഹോട്ടലിന്റെ പേര്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഹോട്ടൽ ആര്യാസ് ഉണ്ട്, ആ ഹോട്ടലിന്റെ പേര് നമ്മെ ഭ്രമിപ്പിക്കുന്നുണ്ട്. 2 തരം അടിമബോധം,
രണ്ടു തരം ഭാഷകളോടുള്ള അടിമബോധം, രണ്ടു തരം സംസ്കാരങ്ങളോടുള്ള അടിമബോധം അവിടെയുണ്ട്. ആര്യാസ് എന്ന വാക്കില് സംസ്കൃതവും ഇംഗ്ലീഷും ഒരുമിച്ച് ഒളിച്ചിരിപ്പുണ്ട്. എല്ലാം സ്വാംശീകരിച്ചാണ് നാം വളർന്നിട്ടുള്ളത്, അത് ശരിയാണ്. ഒന്നും സ്വാംശീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യരുത് എന്നുമല്ല ഇവിടെ പറയുന്നത്. അതൊന്നുമല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ സ്വീകരിക്കുന്നത്, സ്വാംശീകരിക്കുന്നത് ചില പ്രത്യേക വഴികളിലേക്ക് മാത്രമാവുമ്പോൾ ചില അപകടങ്ങളില്ലേ എന്ന ചിന്ത കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. പ്രതീക്ഷകൾ നിരവധി വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ. അതോടൊപ്പം പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ചില ചിതറിയ ചിന്തകൾ ആവിഷ്കരിക്കാനാണ് ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിയത്. ഇനിയും ഉള്ള നിങ്ങളുടെ വിചാരങ്ങളിൽ, ഈ പറഞ്ഞതൊന്നും അവസാന വാക്കല്ല, നിങ്ങളുടെ വിചാരങ്ങളിൽ ഇവ കൂടി ഉൾക്കൊള്ളിക്കുമെങ്കിൽ സന്തോഷം. പ്രതീക്ഷയും പ്രത്യാശയും കൈവിടേണ്ട. ഒരു കാര്യം ഓർമ്മിപ്പിച്ചു നിർത്താം. കഥനാങ്കം എന്ന രസതന്ത്ര പുസ്തകത്തിലെ വാക്ക് മാറി. ബോയിലിംഗ് പോയിന്റിന് ശുദ്ധ മലയാളം ഇപ്പോൾ പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്നു. തിളനില. പ്രതീക്ഷ കൈവിടേണ്ട. നന്ദി, നമസ്കാരം. വീട്ടിലേക്കൊന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ. ഇത്തിരി മുറ്റത്തു ഞാൻ നട്ടു നോറ്റു പൂവിട്ട തൈമുല്ല, പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ്, കലണ്ടറിൽ ചൂട്ടു കത്തിച്ചു കിടക്കുമവധികൾ, ഉള്ളിലേതോ ഗുഹാശില്പം നിറയെയും പൂർവലിപികൾ തിരിച്ചു വായിക്കുവാനാകാതെ നിന്നു ചുറ്റുന്ന പ്രണയം, വിഷാദം, വിരഹം, പ്രതീക്ഷയനാഥ സങ്കൽപ്പം, മുറിവേറ്റ ദിനരാത്രി സന്ധ്യകൾ. അമ്മയില്ലാത്തവർക്കേതു വീട്, ഇല്ല വീട്, എങ്ങെങ്ങുമേ വീട്. അമ്മയില്ലാത്തവർക്കേതു വീട്, ഇല്ല വീട്, എങ്ങെങ്ങുമേ വീട്. വീട്ടിലേക്കെന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ. വീട്ടിലേക്കല്ലോ വിളിക്കുന്നു തുമ്പയും കാട്ടുകിളിയും കടത്തുവള്ളങ്ങളും. വീട്ടിലേക്കല്ലോ വിളിക്കുന്നു തുമ്പയും കാട്ടുകിളിയും കടത്തുവള്ളങ്ങളും. വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും. വീട്ടിലേക്കല്ലോ വിളിക്കുന്നു തുമ്പയും കാട്ടുകിളിയും കടത്തുവള്ളങ്ങളും. വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും. അനശ്വരനായ കവി ശ്രീ ഡി വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിലെ ആദ്യത്തെ കുറച്ചു വരികളും അവസാനത്തെ കുറച്ചു വരികളുമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. ഈ കവിത ഇപ്പോൾ ചൊല്ലാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് കേരളപ്പിറവി ദിനമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, മലയാളം മലയാളികളുടെ മാതൃഭാഷ. രോഗാതുരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. അതിജീവനത്തിനു വേണ്ടിയുള്ള നിതാന്ത പരിശ്രമത്തിലാണ് ഓരോ വ്യക്തിയും. ദുരിതപൂർണമായ ഈ കാലം അവസാനിക്കുകയും വീണ്ടും ചിങ്ങനിലാവ് അലതല്ലുന്ന ഒരു കേരളം വീണ്ടും നമുക്ക് സൃഷ്ടിക്കുകയും ചെയ്യാം.
നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോഴുയരുന്നത് കരച്ചിലാകാം. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് തോറ്റവും ചിങ്ങനിലാവുമാകാം. പക്ഷേ ഇവയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തും. നാം മടക്കിക്കൊണ്ടുവരും. എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ദിനാശംസകൾ. പ്രിയമുള്ളവരെ, ഇന്ന് കേരളപ്പിറവി ദിനം. കേരളത്തിന് 64 വയസ്സ് തികയുന്ന ദിനം. പിറന്നാൾ ദിനത്തിൽ നമ്മൾ പരസ്പരം ആശംസകൾ, പൂവുകൾ, സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? ഈ കേരളപ്പിറവി ദിനത്തിലും നമ്മൾ സമ്മാനിക്കുന്നത് പരസ്പരം ചില ചിന്തകളാണ് എന്നതാണ് ഇവിടെ വ്യത്യാസം. ഈ കാലഘട്ടത്തിന് കൊണ്ട് വ്യത്യാസം. സാധാരണയായി സ്കൂളുകളിൽ വളരെ കേരളീയമായ വേഷങ്ങളൊക്കെ ഇട്ട് നല്ല മിടുക്കരായിട്ട് ഓടി നടക്കേണ്ടുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇപ്പോഴാകട്ടെ അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ, രോഗാതുരമായ കാലഘട്ടം നമ്മളെ എല്ലാവരെയും വീടകങ്ങളിൽ തളച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനുമപ്പുറത്ത് ശോഭനമായ ഒരു കാലം, പഴയ ഉത്സാഹങ്ങൾ, ചിരികൾ, സന്തോഷങ്ങളൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്ന കളിച്ചിരികളുടെ, പഠനത്തിൻ്റെ, ഒരു സൗഹൃദത്തിൻ്റെയൊക്കെ ഒരു ആരോഗ്യ കാലഘട്ടം നമ്മയും കാത്തിരിപ്പുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭാഷാ ദിന സന്ദേശത്തിലേക്ക് കടക്കട്ടെ. 64 വയസ്സ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മധ്യവയസ്സ് പിന്നിട്ട് കഴിഞ്ഞ കാലമാണ്. പക്ഷെ അതൊരു നാടിനെ സംബന്ധിച്ചാകുമ്പോൾ ഏകദേശം ഒരു കൗമാരത്തിലേക്ക് കാലുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചും കേരളീയ സംസ്കാരത്തെ സംബന്ധിച്ചും ഭാഷയെ സംബന്ധിച്ചും ഇനിയുമേറെ നേടാനുണ്ട് നേട്ടങ്ങൾ, ഇനിയുമേറെ തിളങ്ങാനുണ്ട് എന്നതാണ് ഓർക്കേണ്ടത്. നമ്മൾ ഭാഷ ഓരോ മനുഷ്യനും പഠിച്ചെടുക്കുന്നത് മാത്രമല്ല, ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവ് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതിടത്തിലാണോ വളരുന്നത് ആ ഇടത്തിലെ ഭാഷ നമ്മുടെ മാതൃഭാഷയായിട്ട്, അമ്മ ഭാഷയായിട്ട് മാറുന്നത്. ഈ അമ്മ ഭാഷ അത് എത്രത്തോളം ശ്രേഷ്ഠമാണ്. മലയാളത്തെക്കുറിച്ച് അറിയാം നിങ്ങൾക്ക്. അത് ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള 6 ശ്രേഷ്ഠ ഭാഷകളിൽ ഒന്നാണ് മലയാളം. അഭിമാനം തന്നെ. പക്ഷേ പലപ്പോഴും ഈ മാതൃഭാഷ, അമ്മ ഭാഷ നമ്മുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അമ്മമാർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. പക്ഷേ അവർ ഏറ്റവും സുന്ദരിയാണോ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മിടുക്കിയായ ഒരാളാണോ നിങ്ങളുടെ അമ്മ? തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പലതുകൊണ്ടും നമ്മുടെ അമ്മമാർക്ക് കുറവുകളുണ്ടാകാം. പക്ഷേ അപ്പോഴും നമുക്ക് ഏറ്റവും പ്രിയം ആര് തന്നെ? ഈ അമ്മ തന്നെ. അതുപോലെ തന്നെ ആവണം മാതൃഭാഷയും. പല വിഷയങ്ങൾ ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ഭാഷാ കുറവുകളായിട്ട് ഭാഷാ നിപുണർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവാം. അതിനുമൊക്കെ അപ്പുറത്ത് ആ കുറവുകൾ തീർത്ത് അതിനൊക്കെ അപ്പുറത്ത് ആ ഭാഷയെ, നമ്മുടെ അമ്മ മലയാളത്തെ സുന്ദരമാക്കേണ്ടത് നമ്മുടെ എല്ലാം ചുമതലയാണ്. തീർച്ചയായിട്ടും ഒറ്റ ഭാഷ മാത്രം പഠിക്കുന്നതല്ല മാതൃഭാഷാ സ്നേഹം. നമ്മൾ ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം എഴുതാനും വായിക്കാനും അതിനുമപ്പുറത്ത് പറ്റാവുന്നത്ര ഭാഷകൾ എഴുതാൻ പഠിക്കണം, വായിക്കാൻ പഠിക്കണം, സംസാരിക്കാനും പഠിക്കണം. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും നമ്മുടെ സ്വന്തം ഭാഷയിലായിരിക്കും. അതാണ് മാതൃഭാഷ എന്ന് പറയുന്ന വിചിത്രമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു പ്രതിഭാസം. ജീവൻ പോലെ ഒരു മനുഷ്യനിൽ ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന ജൈവ ഭാഷയാണ് ഓരോ മനുഷ്യൻ്റെയും മാതൃഭാഷ. സറ ജോസഫ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാടുകളിൽ താമസിക്കാം, ഇഷ്ടമുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള രീതിയിലെല്ലാം നടക്കാം. പക്ഷേ ഒന്ന് ഓർക്കണം, ഒരു കാലത്ത് ആ രാജ്യം നിങ്ങളെ തള്ളി പുറത്താകുമ്പോൾ ഓടി വരാനായിട്ട് ഒരു നാടേ ഉള്ളൂ. അത് നമ്മുടെ അമ്മ മലയാളമാണ്, നമ്മുടെ നാടാണ്. തീർച്ചയായും ഇത്തരം വിചിത്രങ്ങളായ ചില കാര്യങ്ങൾ, സുഖ സമൃദ്ധിയുടെ ഒക്കെ പര്യായമായിട്ടുള്ള വിദേശ നാടുകളിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ഓടിയെത്താൻ തിടുക്കം കൂട്ടുന്ന കുറേ മലയാളികളെങ്കിലും നമ്മൾ ഈ കഴിഞ്ഞ കാലത്ത് കാണുകയുണ്ടായി. കൊറോണ കാലത്തിൻ്റെ ചില വ്യത്യസ്ത പാഠങ്ങൾ. ഭാഷയെ സ്നേഹിക്കുക, മലയാളത്തെ സ്നേഹിക്കുക, മലയാണ്മയെ സ്നേഹിക്കുക, സംസ്കാരത്തെ തിരിച്ചറിയുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഭാഷാഭിമാന ദിനത്തിൻ്റെ ആശംസകൾ. മലയാള ദിനാഘോഷവേളയിൽ സ്വാഗതം നിർവഹിച്ച ശ്രീ TJ ലൈസൺ, പ്രിൻസിപ്പാൾ RMHSS ആളൂരിനെ
നന്ദിയുടെ മലർച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഇന്നേ ദിനത്തിൻ്റെ സന്ദേശം നൽകിയ ഡോക്ടർ ആർ സുരേഷ് കഴിയമ്പ്രം, VBM SNDP HSS അവറുകൾക്കും കവിയും സിനിമാ ഗാനരചയിതാവുമായ ശ്രീ D സന്തോഷ് അവറുകളുടെ കവിമൊഴികൾക്കും ആശംസകൾ അർപ്പിച്ച ശ്രീമതി കവിത KS-നും പ്രാർത്ഥനാഗാനം ആലപിച്ച പൂർവ്വ വിദ്യാർത്ഥി ശ്രീ സ്വാതി സുധീറിനും 1000 നന്ദിയുടെ മലർച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.